ദൈവം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് വിശ്വസ്തനായി ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഇന്ന് വരെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണണമെന്ന് പലരും പറഞ്ഞു. പക്ഷെ സിംഗപ്പൂർ ഫാമിലിയായിട്ട് ശുശ്രൂഷയ്ക്ക് പോകാൻ ഒരു അവസരം ദൈവം ഒരുക്കി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ ശുശ്രൂഷകളിൽ അവിടെയുള്ള ഒരാളോട് ദൈവം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിൽ ഏറ്റെടുക്കണമെന്ന. ദൈവം നമ്മെ രക്ഷിപ്പിക്കുന്ന ദൈവമല്ല, ദൈവം നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഈ പകൽക്കാല ശേഖരമാ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, കൂടെ ആരാധിക്കുന്നവർക്ക് ഇതിന്റെ വേദന അറിയാതിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷിക്കുന്ന സകല വിശ്വാസികൾക്ക് ഇതിന്റെ വേദന അറിയാതിരിക്കുമ്പോൾ, ഇന്ന് ഇതിനെ നന്നായി അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഉൾപ്പെടുന്ന ശക്തമായി വിളിച്ചു പറയുകയോ ശക്തിയോടെ ദൈവത്തെ ശ്രമിച്ചാട്ടെ. ദൈവവചനത്തിലേക്ക് വേഗത്തിൽ കടക്കാൻ സമയമില്ലല്ലോ. ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ ഇത്രയും പറയുവാൻ ഇടയായിത്തീർന്നത്. തീർന്നില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. ഇശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാൽ. ഇശയ്യാവ് 14-ാം അധ്യായം 27-ാം വാക്യം. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇവിടെ വചനം പറയുന്നു, സൈന്യങ്ങളെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലനാക്കുന്നവനാ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാരെന്ന് തിരുവചനം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 ചോദ്യങ്ങളാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. ഒന്ന്, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലനാക്കുന്നവനാ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ എതിർ ക്രിസ്തുവിനെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ശപഥം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ചില ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത വേഗത്തിലിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ വചനം പറഞ്ഞ് ശ്രദ്ധിച്ച് ഇപ്പൊ ആരും ബൈബിൾ വായിക്കണ്ട. ഇവിടെ കാണുവാൻ കഴിയുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവം ഒരു കാര്യം തീരുമാനിപ്പിച്ച് ഉറച്ചു കഴിഞ്ഞാൽ അതിന്റെ ശക്തിയെ കെടുത്തിക്കളയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവം ശക്തമായി വിളിച്ചു പറയുക. സൈന്യങ്ങളെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നവനാ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നവനാ എന്ന് പറഞ്ഞാൽ എന്റെ തമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞാൽ അവൻ പ്രവർത്തിക്കുവാൻ, ആ തീരുമാനിച്ച കാര്യത്തെ അവൻ പ്രവർത്തിക്കുവാൻ ഇറങ്ങി തിരിച്ചാൽ അതിനെ തടയിടുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ലെന്ന് ഇന്നവരുടെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുക. എത്രമായിട്ട് വിശ്വസിക്കുന്നു, എത്രമായിട്ട് വിശ്വസിക്കുന്നു, നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് എന്റെ ദൈവം ഒരു കാര്യം തീരുമാനിച്ച ഇന്ന് മകൻ അതിനെ തടസ്സം നിൽക്കുവാൻ, അതിനെ തടയുവാൻ, അതിന്റെ ശക്തിയെ ജയിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഒന്ന് പറ, നിന്റെ തലമുറയെ നോക്കി വെല്ലുവിളിച്ചവൻ, നിന്റെ കുടുംബത്തെ നോക്കി വെല്ലുവിളിച്ചവൻ, നിന്റെ സഭയെ നോക്കി വെല്ലുവിളിച്ചവൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ വിളിച്ചവനാ. എന്നെ കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്, എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്റെ ശുശ്രൂഷയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ദൈവം തീരുമാനിച്ച കാര്യത്തെ ആർക്കും തകർക്കുവാൻ സാധ്യമല്ല. ഇന്ന് കേട്ടിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്, വെല്ലുവിളി കേട്ടിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇന്നും നടന്നു വരുമ്പോൾ പരിഹാസം കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നു, ദൈവത്തിന്റെ കുടുംബത്തെ കണ്ട, ദൈവത്തിന്റെ തലമുറയെ കണ്ട, ദൈവത്തിന്റെ ശുശ്രൂഷയെ കണ്ട, ഇന്ന് ഒരു ശക്തിക്കും
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു മന്ത്രവാദിയല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു സകലവാദിയല്ല. നിന്റെ ഇന്ന് പ്രകടനം അതേ ഒരു ദൈവത്തിനുണ്ട്. ഒന്നും കണ്ടും കേട്ടും നീ കുടുങ്ങണ്ട, നീ ഭാരപ്പെടേണ്ട. വിളിച്ചതാ എന്റെ മേലൊരു നിർണയം ദൈവത്തിനുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ മേലൊരു ദൈവത്തിന് നിർണയമുണ്ട്. ആ നിർണയത്തിന് വേണ്ടി, ആ നിയോഗത്തിന് വേണ്ടി നീ ഒന്ന് സമർപ്പിച്ച ഏൽപ്പിച്ചു പഠിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന വിളിച്ചു പറയുന്നു. ഏതെങ്കിലും നേതാക്കന്മാരല്ല വിളിച്ചത്, ഏതെങ്കിലും സഭയുടെ പ്രസിഡന്റുമാരല്ല വിളിച്ചത്. നമ്മളെ വിളിച്ചത് വിശ്വസ്തനായ ദൈവം. ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പകരം പറയുക. അങ്ങനെയെങ്കിൽ ഇത് പകരം ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മളെ കുറിച്ച് നിർണയമുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു നിർണയമുണ്ടെങ്കിൽ ആ ദൈവിക നിർണയത്തെ ഇല്ലാതാക്കുവാൻ ഉലകത്തിന് ഒരു ശക്തിക്ക് സാധ്യമല്ല. വിശ്വാസത്തോടെ പറ, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ആ അനുഗ്രഹിക്കപ്പെടും, എന്റെ ആഗ്രഹം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നീ വിളിച്ചവരാ. കാരണം നിന്നെ വിളിച്ചത് ഏതെങ്കിലും ഒരു സഭയുടെ പ്രസിഡന്റ് അല്ല. നിന്നെ വിളിച്ചത് വിശ്വസ്തനായ ദൈവമാണ്. ബൈബിൾ കോളേജിൽ പഠിച്ച കാര്യമാണ്. ഞങ്ങൾ 10 പേരാ പഠിച്ചത്. 10 പേർക്കും വ്യത്യസ്തമായ സാക്ഷികളാണ്. ഈ പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ നിർണയത്തിന് മാറ്റം വരികയില്ല. ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയുക. വചനം വായിച്ചു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശയോട് ദൈവം പറയുക, ഇസ്രായേൽ എന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു, അവരുടെ ഞെരുക്കം ഞാൻ അറിയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, ആ മിസ്രയീമിൽ നിന്നും അവരെ വിടുവിച്ച് ഭാരം പേര് ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഇസ്രായേലിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വരുവാൻ കേൾക്കുന്നു. അത് ദൈവത്തിന്റെ നിർണയമാണ്, അത് ദൈവത്തിന്റെ നിശ്ചയം.
അതിജീവിക്കുവാൻ കഴിയാത്ത ചില തടസ്സങ്ങളാണ് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കുഞ്ഞെ ഞാൻ വിളിച്ചു പറയട്ടെ, ഉയരത്തിൽ നിന്നും എന്റെ തമ്പുരാൻ ഇന്ന് പകൽ കിഴക്കങ്ങ കടിപ്പിച്ച നിനക്കുള്ള വഴി വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവിന്റെ മകൻ ശക്തമായി വിളിച്ചു പറയുക. അഭിഷേകത്തിനോട് ദൈവാത്മ പറയുന്നു, ചില തടയപ്പെട്ട മന്ദിരങ്ങൾ ഇന്ന് പകൽ ആയിരിക്കുന്നു. ആത്മാ പറയുക, വാഗ്ദത്തങ്ങൾ ഏറെയുണ്ട്, ആലോചനകൾ ഏറെയുണ്ട്. എന്നാൽ ഇന്ന് പകൽ അടയപ്പെട്ട മന്ദിരങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഇന്നേക്ക് 3 മാസത്തിനകം ഒരു കിഴക്കൻ കാറ്റ് അടിച്ചിട്ടത് നിനക്ക് വേണ്ടി ഞാൻ അടുപ്പിക്കുമെന്ന് ആത്മാവിന്റെ മകൻ വിളിച്ചു പറയുക. തീരം ഭയത്തിന്റെ തീരമാണ്, നിലവിളിയുടെ തീരമാണ്. എന്നാൽ ഇതിനെ ശ്രദ്ധിക്കണമേ, ഇതിനപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന തീരം അത് നിലവിളിയുടെ തീരമാണ്, അത് വേദനയുടെ തീരമാണ്, അത് ഭയത്തിന്റെ തീരമാണ്. എന്നാൽ മറുകര എന്ന് പറയുന്നത് ഒരു വിടുതലിന്റെ തീരമാണ്. ആത്മാവ് ദൈവദാസിയോട് ഇന്നലെ വിളിച്ചു പറയുക, യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വാസത്തോടെ ഒരു വിടുതലിന്റെ തീരം എന്നെ എതിരേൽക്കുമെന്ന് ഇന്ന് മുതൽ പറയുവാൻ എത്രവർക്ക് കഴിയും, എത്രവർക്ക് വിശ്വസിക്കുവാൻ കഴിയും. സകല വഴികളെ വളർന്നാൽ എനിക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ച ഒരു വിടുതലിന്റെ തീരം, ഒരു സന്തോഷത്തിന്റെ തീരം, ഒരു ജയത്തിന്റെ തീരം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കും. മുൻപിൽ ഒന്നുമില്ലെന്ന്, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. സാഹചര്യങ്ങളെ നോക്കണ്ട, സാഹചര്യങ്ങളെ നോക്കണ്ട, സാഹചര്യങ്ങളെ നോക്കണ്ട. യായിറോസിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിന്റെ അരികിലേക്ക് യായിറോസ് വന്നു. യായിറോസ് പറഞ്ഞു, ഇതെന്റെ ഏകജാതനായിരിക്കുന്ന മകൻ അത്യാവശ്യത്തിലേക്ക് കിടക്കുക, നീ അവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടി പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരുവൻ എന്ന് പറയുക, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, അവർ മരിച്ചുപോയി. എന്ത് പ്രതീക്ഷിച്ച് യായിറോസ് യേശുവിന്റെ അരികിൽ വന്നുവോ, തന്റെ പ്രതീക്ഷകൾ അറ്റുപോകുന്നതും വാർത്തയാണ് തന്റെ കാലിൽ മുഴങ്ങിയത്. യേശു ആ വാക്ക് കാര്യമാക്കാതെ അവരോട് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് അവൻ രക്ഷപ്പെടുമെന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആയിരം വാക്ക് നീ കേൾക്കണ്ട. യേശു നിന്നോട് എന്താ പറഞ്ഞത്, യേശു നിന്നോട് എന്താ പറഞ്ഞത്, അത് നീ കേൾക്കാൻ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വിടുതല. ശിഷ്യന്മാരും കൂടി അവിടേക്ക് കടന്നുപോയി. അവിടുത്തെ നിന്നും ബാലം മരിച്ചു. ശ്രവണക്കാർ ഒരിക്കലും നടന്നുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞു, സ്വതന്ത്രരിക അവരെ മരിച്ചെങ്കിൽ അവർ പുറത്തുകയത്രേ. സ്വതന്ത്രവനെ അവനവനെ പരിഹസിച്ചു. എന്നാൽ യേശു പുറയ്ക്കകത്തൊന്ന് കയറി. യായിറോസിന്റെ ഭാര്യ കയറി. യേശു പറഞ്ഞു, ബാലെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആത്മാവ് അവനിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽ കേബയുടെ സ്നാനം നിമിത്തമാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ വെച്ചുവെങ്കിലും പരിശുദ്ധാത്മാവിൽ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസം പറയുമ്പോൾ നിന്റെ പ്രതീക്ഷ അറ്റുപോയ വിഷയത്തിലാണ് ഇന്ന് പകൽ ദൈവം ചലിക്കുമെന്ന് ആത്മാവ് ശക്തമായി വിളിച്ചു പറയുക. പരിശുദ്ധാത്മ പറയുന്നു, നീ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാ. എന്നാൽ ഇന്ന് പകൽ ചില പ്രതീക്ഷകൾ അറ്റുപോയ മണ്ഡലങ്ങളിൽ സ്വന്തമായിരിക്കുന്നു ആത്മാവ് വെളിപ്പെടുത്തുക. എന്നാൽ ആത്മാവ് പറയുന്നു, നിന്റെ പ്രതീക്ഷ അറ്റുപോയ ചില വിഷയത്തിന്റെ നടുവിൽ മാത്രമെന്ന് നീ കരുതിയത് ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞത്
ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കും കുഞ്ഞെ നീ ആയിരിക്കുന്നത്. പ്രതീക്ഷ അറ്റുപോയ സാഹചര്യത്തിലായിരിക്കാം. ഒന്നും മുന്നിൽ കാണാൻ ഇല്ലായിരിക്കാം. എന്നാൽ ആത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിന്റെ പ്രതീക്ഷ അറ്റുപോയ വിജയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ആത്മാവ് എന്ന് ദൂതൻ പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടത് മടങ്ങി വരികയില്ലെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല ഇല്ല. ഇന്ന് വരെ പറയുക, നിന്റെ പ്രതീക്ഷ അറ്റുപോയ ചില വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് വരെ പ്രവർത്തിക്കുക. ചിലത് മടങ്ങി വരിക, ചിലത് മടങ്ങി വരിക. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മകൾകളെ കെട്ടപ്പെടുന്നവൻ വിചാരിച്ചതാ. എന്നാൽ അവന് മടക്കി ദൈവം കൊടുത്തുവെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പറയട്ടെ, ഈ വചനമൊന്ന് വിശ്വസിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഭൗതിക നന്മകൾ മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ട പ്രാർത്ഥന, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ട ദർശനം, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ട വെളിപ്പാട്, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ട ആരാധന, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ട ദൈവം ഇന്ന് മുതൽ മടങ്ങി വരാൻ എത്തുന്നവർ ഈ പല ആഗ്രഹിക്കുന്നു. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, കഴിഞ്ഞ നാളുകളിൽ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ നാളുകളിൽ ആരെ കണ്ടാലും വെളിപ്പാട് പറഞ്ഞത്, ആരെ കണ്ടാലും സുവിശേഷം പറഞ്ഞത്, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായ അനുഭവത്തിൽ നിന്നും ഇന്നു പകൽ നഷ്ടപ്പെട്ടുപോയ ദൈവകൃപ, നഷ്ടപ്പെട്ടുപോയ വെളിപ്പാട്, നഷ്ടപ്പെട്ടുപോയ അഭിഷേകം, നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥന ജീവനം ഇന്ന് പകൽ മടങ്ങി വരണമെന്ന് എത്രവർക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി വിളിച്ചു പറയുക. നിന്റെ പ്രാർത്ഥനയ്ക്കൊരു ക്രമമുണ്ടായിരുന്നു, നിന്റെ ആരാധനയ്ക്കൊരു ക്രമമുണ്ടായിരുന്നു, നിന്റെ പ്രവർത്തനങ്ങൾക്കൊരു ക്രമമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ അത് ഇടിഞ്ഞു കിടക്കുന്ന മന്ത്രം പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ വെളിപ്പെടുത്തുക. ദൈവാത്മാവിൽ ഒന്നാഗ്രഹിച്ച് കർത്താവേ, എനിക്കൊരു മടങ്ങിവരവ് വേണം. എന്റെ ജീവിതത്തിലേക്ക് അപ്പാ നഷ്ടപ്പെട്ടത് മടക്കി ചെല്ലണമെന്ന് ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടത് ചിലത് നിന്നിലേക്ക് മടങ്ങി വരുമെന്ന് ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകൽ എനിക്ക് ചിലത് മടക്കി തരണം. യേശുവേ, ഇന്ന് പകൽ നഷ്ടപ്പെട്ടത് ചിലർക്ക് മടക്കി തരണം. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഏകാഗ്രതയില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ വന്നാൽ ആരാധിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ഒന്ന് ഹൃദയത്തിൽ അകത്തടങ്ങളിൽ നിന്ന് കർത്താവേ, ഞാൻ ആയി തീരേണ്ട മണ്ഡലങ്ങളിൽ ആരെ നിങ്ങൾ നോക്കണം. ആത്മാവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടത് എന്തായിരുന്നാലും അത് ആത്മീയമായി കൊള്ളട്ടെ, ഭൗതികമായി കൊള്ളട്ടെ, ലോകത്തിന്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, നഷ്ടപ്പെട്ടത് ഇന്ന് പകൽ തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഇന്ന് പകൽ ഭവനത്തിൽ ചെല്ലുമ്പോൾ